ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഭാഗ്യവാന്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നാം ഇന്ന് കാണുക. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 1-ാം തിരുവചനം നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ കാണുന്നത് ഭാഗ്യവാന്റെ പ്രത്യേകതകളാണ്. ഇങ്ങനെയാണ് പറയുക: അവൻ എപ്പോഴും കർത്താവിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ധ്യാനിക്കും. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ ജീവിക്കുവാൻ തയ്യാറാകും. പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ വിവിധ ഭാഗ്യവാന്മാരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ലോട്ടറി അടിക്കുന്നത് ഒരു ഭാഗ്യമായി കാണുന്നു. സമ്പത്തേറുന്നതും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതും ഭാഗ്യമായി കാണുന്നു. ഓരോ വ്യക്തിയുടെയും ഹൃദയ അഭിലാഷം അനുസരിച്ച് ഉയരുമ്പോൾ അത് അവൻ്റെ ഭാഗ്യമായി പലരും പറയാറുണ്ട്. എന്നാൽ വിശ്വാസം ആഴത്തിലുള്ള വ്യക്തികൾ നേട്ടങ്ങൾ ഏറുമ്പോൾ എനിക്ക് ദൈവം തന്നതാണ് എന്ന് എടുത്തു പറയപ്പെടുന്നു. ചില മത്സരങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്, ചിലവർ രാജ്യത്തിനു വേണ്ടി ശക്തമായി വാദിക്കുമ്പോഴും നിലനിൽക്കുമ്പോഴും ചിലവർ അവരുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളിവിടെ ചിന്തിക്കുക, സങ്കീർത്തകൻ 1-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അവിടെ പറഞ്ഞു വെക്കുന്നത്, അവൻ കർത്താവിൻ്റെ നിയമത്തിലാണ് ആനന്ദിക്കുന്നത്. കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദിക്കണം. ആനന്ദം എന്നും നിലനിൽക്കുന്നതാണ്. സന്തോഷം വരികയും പോവുകയും ചെയ്യാം. നല്ല കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ സന്തോഷം, മോശമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ദുഃഖം. ഇവിടെ തിരുവചനം പറയുന്നത്, കർത്താവിൽ അവൻ ആനന്ദിക്കും. അവൻ പകലിരവുകൾ കർത്താവിൻ്റെ അല്ലെങ്കിൽ അവൻ അവിടുത്തെ നിയമത്തെക്കുറിച്ച് ധ്യാനിക്കും. അവിടെ രാത്രിയും പകലും അവൻ കർത്താവിൻ്റെ നിയമത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ആത്മീയമായ മേഖലകളിൽ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ദൈവാനുഭവം ഉണ്ടായി, ഒരു രോഗശാന്തി ലഭിച്ചു, കുറേ ദർശനങ്ങൾ, വരങ്ങൾ ഇവയെല്ലാം ലഭിച്ചു. അവയെ വേണ്ട വിധത്തിൽ പരിപോഷിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവർ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിച്ചില്ല. ചില സിദ്ധന്മാരിലൂടെ ലഭിക്കുന്ന ചിന്തകൾ പേറി തൻ്റെ ജീവിതം നശിച്ചു പോയിട്ടുണ്ട്. കാരണം ഈ സിദ്ധന്മാരിലൂടെ വരുന്നതും ദൈവിക സന്ദേശമാണ്, ബൈബിളാണ് എന്ന് വിചാരിച്ച് ദൈവത്തെക്കാൾ ഉപരി പ്രാധാന്യം ഈ ശുശ്രൂഷകർക്ക് നൽകുന്നതുകൊണ്ട് ആ ശുശ്രൂഷകർ ഇരുട്ടിൻ്റെ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കാതെ കൂടെ പോയ ആടുകളും എല്ലാം ആ ഇരുട്ടിൽ അധപതിച്ചുപോയി. വളരെ വർഷങ്ങളായി എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട്. നല്ല രീതിയിൽ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ജീവിച്ച് കുടുംബപരമായും പ്രാർത്ഥനയിലും എല്ലാം ജീവിച്ച് ജോലി ചെയ്ത് മക്കളെ വളർത്തി ആനന്ദത്തോടെ ഭർത്താവിനോടും കുടുംബത്തോടും വസിക്കുന്ന ഒരു സഹോദരി. ധ്യാനങ്ങൾ കൂടി
ആത്മാവിൽ അവരെ സ്പർശിച്ചു. അവർ മുന്നോട്ട് പോയി. അപ്പോൾ വിവിധ ഗ്രൂപ്പുകളിൽ, വിവിധ സ്ഥലങ്ങളിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഓടി നടന്നു. അവിടെ ചെന്നപ്പോഴെല്ലാം ബന്ധനങ്ങളാണ്. അവർ വഴി വന്നതാണ്, മറ്റുള്ളവർ വഴി വന്നതാണ്, ജോലി സ്ഥലത്ത് നിന്ന് വന്നതാണ് എന്നെല്ലാം പറഞ്ഞ് അവർ ആകപ്പാടെ അസ്വസ്ഥതയിലായി. ഏതാണ് ശരിയെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ്. എന്നാൽ അവർക്ക് ഉദാശപരമായി എല്ലാ കാര്യങ്ങളും ചെയ്ത് വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് പറയാനുള്ള കാരണം, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ നിയമത്തെക്കുറിച്ചാണ്. ദൈവ നിയമങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിയമത്തെക്കുറിച്ച് ധ്യാനിക്കുകയും അവയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യണം. ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ആ സംഭവത്തെ എങ്ങനെയാണ് ഈശോ നോക്കിക്കാണുന്നത് എന്നാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്. ഈശോ നോക്കിക്കാണുന്നത് പോലെ നമ്മൾ നോക്കിക്കാണണം. ഈശോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അതാണ് എനിക്കും ചെയ്യുവാനുള്ളത്. സഹായത്തിന് ഈശോയെ വിളിക്കുക. ഈശോയിലേക്ക് നിന്റെ ഹൃദയം ചേർത്ത് വെച്ച് ഈശോയുടെ സ്വരം നീ ശ്രവിക്കണം. തിരുവചനത്തോട് നമ്മൾ സംസാരിക്കും. ആ നമ്മളോട് വിവിധ ഗ്രൂപ്പുകളിൽ ചെല്ലുമ്പോഴും അവർ സംസാരിക്കുന്ന തിരുവചനമാണ്. ആ തിരുവചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും അതേപടി എടുത്ത് നമ്മൾ കൊണ്ടു നടക്കും. അത് നമ്മുടെ ജീവിതത്തിന് തകർച്ചകൾ വരുത്തുന്നതാണ്. അപ്പോൾ അതായത് രാവും പകലും നമ്മൾ ദൈവവചനം ശ്രവിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യണം. സങ്കീർത്തനം 1-ാം അധ്യായം 2-ാം തിരുവചനം അതിനെയാണ് പറയുക. പകലിരവുകൾ അവൻ അവിടുത്തെ നിയമങ്ങൾ ധ്യാനിക്കും. എന്താണ് നിയമം? പ്രധാനപ്പെട്ട നിയമം, ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത നിയമം എന്താണ്? ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. ഇതാണ് ആദ്യത്തെ ഉടമ്പടി. എൻ്റെ ദൈവത്തിലേക്കാണ് എൻ്റെ ദൃഷ്ടി ഉയരേണ്ടത്. ഞാൻ അവിടുത്തെ ജനമാണ്. അതിൽ നിന്ന് ഒരിക്കലും ഞാൻ വ്യതിചലിക്കുകയില്ല. ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ട് വന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്. തൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് ആ പ്രതിസന്ധികളിൽ നിന്നുമെല്ലാം രക്ഷിച്ച് തേനും പാലും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ദൈവത്തെ ആരാധിച്ച് ആനന്ദത്തോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ ജനം നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായ ഗുണമൊന്നുമില്ല. എന്നാൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം തന്നെ നിന്നോടുകൂടെ എത്തുന്ന, നിന്നോടുകൂടെ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, കൂടെ നടക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. പ്രൈസ് ലോർഡ്. സ്നേഹമുള്ളവരെ, ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പറയുന്നവൻ്റെ പ്രത്യേകതകളാണ്. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. അവൻ പകലിരവുകൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അല്ലെങ്കിൽ നിയമങ്ങൾ അവൻ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്കും ദൈവവചനം ശ്രവിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ ധ്യാനിക്കുകയും നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയും അനുഗ്രഹവും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.